മദനപ്പള്ളി എന്ന് പറയുന്ന പ്രദേശത്തായിട്ടുള്ള ഒരു പള്ളിയാണ് ഈ കാണുന്നത്. ഞങ്ങൾ ഇന്നലെ ഇവിടെയാണ് സ്റ്റേ ചെയ്തത്. വലിയ സപ്പോർട്ടിങ്ങോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഏരിയയിൽ ഞങ്ങൾക്ക് ഉണ്ടായ ഒരു അനുഭവം. ഇവിടെ പാർക്കിംഗ് ഫീ ആയിട്ട് 50 രൂപ വണ്ടിക്ക് മേടിക്കുന്നത് കൊണ്ട് തന്നെ ബാത്റൂം കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ അലോട്ടായിട്ടുണ്ട്. പിന്നെ തുറന്നിട്ടിട്ടുള്ള ബാത്റൂം കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കാണുന്നത്. നമുക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ള രൂപത്തിൽ തന്നെയാണ് ഇവിടുത്തെ ആളുകളൊക്കെ തന്നെ വന്നു പോകുന്നതൊക്കെ കാണാൻ സാധിക്കുന്നുണ്ട്. വളരെ ലളിതമായിട്ടുള്ള ജീവിതം നയിക്കുന്ന ഒരു ടൗണ്, ഒരു പരന്ന സ്ഥലത്ത് ഒരുപാട് കുന്നിൻ ചെരുവുകൾ ഇങ്ങനെ കാണപ്പെടുന്ന രീതിയിലുള്ള ഒരു പ്രദേശം. മദനപ്പള്ളി എന്നാണ് ഈ ഒരു പ്രദേശത്തെ വിശേഷിപ്പിക്കുന്നത്. ടൗണൊക്കെ തന്നെ വളരെയധികം മനോഹരമാണ്. മദനപ്പള്ളിക്ക് അടുത്തായിട്ടാണ് ഹോസിറി ഹിൽസ് എന്ന് പറയുന്ന പ്രദേശം വരുന്നത്. നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റോഡുകളെല്ലാം തന്നെ മനോഹരമാണ്. NH ആണ് ഇതിലൂടെ പാസ് ചെയ്യുന്നത്. അണ്ണമയ ഡിസ്ട്രിക്റ്റിലാണ് മദനപ്പള്ളി എന്ന് പറയുന്ന വലിയൊരു ടൗണ് വരുന്നത്. അണ്ണമയ ഡിസ്ട്രിക്റ്റിലെ ഏറ്റവും വലിയ ടൗണ് എന്ന് വേണമെങ്കിൽ മദനപ്പള്ളിയെ വിശേഷിപ്പിക്കാം. റായച്ചോട്ടി എന്ന് പറയുന്ന അടുത്ത ടൗണും ഇതിനോട് സാമ്യമാണ് എന്നാണ് ഇവിടെ നിന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ചിറ്റൂർ, തിരുപ്പതി എന്നീ സ്ഥലങ്ങളിലേക്കൊക്കെ തന്നെ ഇവിടെ നിന്നും അടുത്താണ്. ബാംഗ്ലൂരിലേക്കും ഇവിടെ നിന്ന് ഏകദേശം 130-135 കിലോമീറ്റർ ദൂരം വരുന്നുള്ളൂ. പരന്നു കിടക്കുന്ന ഈ പ്രദേശത്തിൻ്റെ ഒരു ഭംഗിയാണ് ചുറ്റുപാടുമുള്ള ഈ ഒരു മലനിരകൾ. കുന്നിൻ ചെരുവുകൾ അല്ലെങ്കിൽ കൂടി പല ഭാഗത്തായിട്ട് ഇങ്ങനെ മണ്ണ് കൂട്ടിയിട്ട പോലത്തെ ഒരു പ്രതിനിധിയാണ് കുറച്ച് ഹൈറ്റിൽ നിന്നും നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. അങ്ങനെ ഹോസിറി ഹിൽസ് എന്ന് പറയുന്ന പ്രദേശത്തേക്കായിട്ടാണ് നമ്മൾ പോകുന്നത്. ആ പോകുന്ന ഹോസിറി ഹിൽസ് എന്ന് പറയുന്നത് നമ്മളെ മിനി ഊട്ടി ഒക്കെ പറഞ്ഞു കേൾക്കുന്നത് പോലത്തെ ഒരു അനുഭവമാണ്. കുറച്ച് ഹൈറ്റായിട്ടുള്ളൊരു പ്രദേശം. മദനപ്പള്ളി മൊത്തത്തിൽ അവിടെ നിന്ന് കാണും എന്നുള്ളതൊരു സവിശേഷതയാണ്. കൃഷിയുമായി ബന്ധപ്പെട്ട ഏരിയ തന്നെയാണ് മദനപ്പള്ളി എന്ന് പറയുന്നത്. തക്കാളിക്കാണ് ഇവിടെ പേര് കേട്ട മാർക്കറ്റ് കാര്യങ്ങളൊക്കെ തന്നെ ഉള്ളത്. നമ്മളങ്ങനെ ഹോസിറി ഹിൽസ് എന്ന് പറയുന്ന ആ ഒരു പ്രദേശത്തേക്ക് ഇവിടെ നിന്നും തിരിഞ്ഞു പോകേണ്ടതായിട്ടുണ്ട്. വലിയൊരു കവാടം നമുക്കിവിടെ കാണാൻ സാധിക്കും. കുറച്ച് മുന്നിലേക്ക് പോയി കഴിഞ്ഞാൽ 100 രൂപയുടെ പാസ് എടുത്തിട്ട് വേണം കയറാൻ.